അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി അതിനുശേഷമുള്ള സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്, പ്രോബബിലിറ്റി പാർട്ട് 2. പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഈ ഒരു റെക്റ്റാങ്കിൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസ് ആണെന്ന് വിചാരിക്കാം. ഈ ഒരു സാമ്പിൾ സ്പേസിനെ ഞാൻ കുറച്ച് സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓർ ഐ ക്യാൻ സേ സാമ്പിൾ സ്പേസിനെ ഞാൻ കുറച്ച് സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം എക്സ്പെരിമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈവൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഈവൻസ് അല്ലെങ്കിൽ ഈ സബ്സെറ്റുകൾ ഈ സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഹാസ് ടു സാറ്റിസ്ഫൈ 3 കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. That is, a collection of sets E1, E2, etc. En is set to partition the sample space if the sets, first condition is, are pairwise disjoint. ഈ ഒരു സാമ്പിൾ സ്പേസിനെ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ സബ്സെറ്റുകളും പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് E1 ഇന്റർസെക്ഷൻ E2 ഈക്വൽ ടു 5 ആയിരിക്കണം, E1 ഇന്റർസെക്ഷൻ E4 5 ആയിരിക്കണം, E4 ഇന്റർസെക്ഷൻ E5 5 ആയിരിക്കണം, 5 ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് ഹാവ് ആസ് യൂണിയൻ ദ എൻറ്റയർ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിനെ ഞാൻ എത്ര ഈവൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ, എത്ര സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ, ഈ സബ്സെറ്റുകളുടെ എല്ലാം കൂടെ യൂണിയൻ എനിക്ക് സാമ്പിൾ സ്പേസ് ആയിരിക്കണം കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് പ്രോബബിലിറ്റി ഓഫ് EI ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് സാമ്പിൾ സ്പേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഓരോ ഈവൻസിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. മൊത്തത്തിൽ നമുക്ക് പറയാം, ഒരു സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഈവൻസ് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദേ ഷുഡ് ബി പെയർവൈസ് ഡിസ്ജോയിന്റ്, എക്സ്ഹോസ്റ്റീവ് ആൻഡ് ഹാവ് നോൺ സീറോ പ്രോബബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ, എ സെറ്റ് എ ടുഗദർ വിത്ത് ഇറ്റ്സ് കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ്. ഒരു എ എന്ന് പറയുന്ന ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റിനെ കൺസിഡർ ചെയ്യുക. എക്കും എ കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷൻ 5 ആയിരിക്കും. അതായത് എയിലും എ കോംപ്ലിമെന്റിനും കോമൺ ആയിട്ട് എലമെന്റ് സാമ്പിൾ പോയിന്റ്സ് ഉണ്ടായിരിക്കില്ല. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കാം. എയുടെ യൂണിയൻ, എ ആൻഡ് എ കോംപ്ലിമെന്റ് യൂണിയൻ എപ്പോഴും സാമ്പിൾ സ്പേസ് ആയിരിക്കും. ആൻഡ് എയുടെയും എ കോംപ്ലിമെന്റിന്റെയും പ്രോബബിലിറ്റി എപ്പോഴും നോൺ സീറോ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എ സെറ്റ് ടുഗദർ വിത്ത് ഇറ്റ്സ് കോംപ്ലിമെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ്. നെക്സ്റ്റ് ഈസ് തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി. ഒരു സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം അതേ പ്രോബബിലിറ്റി സ്പേസിൽ നമുക്ക് മറ്റൊരു ഈവന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആ ഈവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറമാണ് തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു sigma j is equal to 1 to n probability of ej into probability of a given ej. That means ആ സാമ്പിൾ സ്പേസിൽ എത്ര ഈവൻസ് ഉണ്ടോ ആ ഈവൻസ് എല്ലാം നടക്കാനുള്ള സാധ്യത, അതിനെ ആ ഈവന്റ് നടന്നതിന് ശേഷം സാമ്പിൾ സ്പേസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത എ എന്ന് പറയുന്ന ഈവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഇൻഡിവിജ്വൽ ഈവൻസിന്റെ കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ സം ചെയ്യുകയാണ്. അതാണ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറയുന്നത്. It expresses the total probability of an outcome which can be realized by several distinct events. Hence the name theorem of total probability. ബെയേഴ്സ് തിയറം. പ്രോബബിലിറ്റി തിയറിയിലും സ്റ്റാറ്റിസ്റ്റിക്സിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയറമാണ് ബെയേഴ്സ് തിയറം. പ്രോബബിലിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ സ്പേസിനെ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. ആ പാർട്ടീഷൻ ചെയ്ത സാമ്പിൾ സ്പേസിലേക്ക് അതേ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി സ്പേസിൽ നിന്നും മറ്റൊരു ഈവന്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഈവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് പർട്ടിക്കുലർ ഈവന്റ് കഴിഞ്ഞതിന് ശേഷം ആ സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്ത ഈവൻസിന്റെ കൂട്ടത്തിലുള്ള ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെയേഴ്സ് തിയറം യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഫ് E1, E2, etc. En are n non-empty events which constitute a partition of a sample space S. S എന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്ത ഈവൻസ് ആണ് E1, E2, etc. En എങ്കിൽ
നോൺ സീറോ പ്രോബബിലിറ്റി ഉള്ള മറ്റൊരു ഈവന്റ് ആണ്, അതേ സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി സ്പേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു ഈവന്റ് ആണ് ക്യാപിറ്റൽ എ എങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എനി ഈവന്റ് which constitute the partition of the sample space S after the occurrence of this event, this particular event of non-zero probability. That means capital A is equal to probability of EI into probability of A given EI divided by sigma j is equal to 1 to n probability of EJ into probability of A given EJ for any I is equal to 1, 2, 3, etc. n. ആൻഡ് E1, E2, എക്സെട്ര En ഇവരെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഈവൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് അവരെ നമ്മൾ പ്രയോറി പ്രോബബിലിറ്റി ഓഫ് ദ ഹൈപ്പോത്തസിസ് EI എന്ന് വിളിക്കും. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് EI ഗിവൺ എ അതിനെ പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി ഓഫ് ദ ഹൈപ്പോത്തസിസ് EI എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ബെയേഴ്സ് തിയറം എന്ന് പറയുന്നത് Bayes' theorem describes the probability of an event based on prior knowledge of conditions that might be related to the event. Okay, let's go for an example. A bag contains 1 white and 6 red balls. ഒരു ബാഗിൽ ഒരു വൈറ്റ് ബോളും 6 റെഡ് ബോൾസും ഉണ്ട്. Another bag contains 4 white and 3 red balls. 4 വൈറ്റ് ബോൾസും 3 റെഡ് ബോൾസും ആണുള്ളത്. One of the bags is selected at a random ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. ഇതിൽ ഒരു ബാഗ് റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണ്. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. നമ്മൾ എടുക്കുന്ന ബോൾ വൈറ്റ് ആകാനുള്ള സാധ്യത എത്രയാണ്? ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ദ ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഇഫ് ബോൾ ഡ്രോൺ ഈസ് വൈറ്റ്. എടുത്ത ബോൾ വൈറ്റ് ആണെങ്കിൽ അത് ഫസ്റ്റ് ബാഗിൽ നിന്നും കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? The second question is a conditional probability. Okay. And so, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എടുത്ത ബാഗ് ഏതാണെന്ന് നമുക്കറിയില്ല. ബാഗ് സെലക്ട് ചെയ്തിരിക്കുന്ന റാൻഡം ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ 2 ഈവൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് ബാഗ് ഈസ് ചൂസൺ ഫ്രം ദ the ball is chosen from the first bag and the ball is chosen from the second bag. So, E1 and E2 be the events of choosing the ball from the first and the second bag respectively. And രണ്ടിലും വൈറ്റ് ബോൾ ഉണ്ട്. സോ നമുക്ക് ഈ 2 ഈവൻസിനെയും അസോസിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ഈവൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഡ്രോയിങ് എ വൈറ്റ് ബോൾ. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. ഈ വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് ബോൾ 2 ബാഗിലും ഉണ്ട്. ആൻഡ് ഈ 2 ബാഗിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട്. സോ വി വിൽ യൂസ് പ്രോബബിലിറ്റി ടോട്ടൽ പ്രോബബിലിറ്റി തിയറം ദെയർ. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് E1 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് E2. അതായത് ഈ ബാഗ് ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ. മൊത്തം 2 ബാഗ് ഉണ്ട്. അതിൽ ഒരു ബാഗ് ചൂസ് ചെയ്താൽ നമ്മുടെ പ്രോബബിലിറ്റി 1/2 ആണ്. ആൻഡ് സെയിം ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ബാഗ്, പ്രോബബിലിറ്റി ഓഫ് E2 ഈസ് ഈക്വൽ ടു 1/2. ആൻഡ് വി വിൽ യൂസ് total probability theorem. That means we have to find the probability of drawing a white bag. We don't know whether it is taken from the first bag or the second bag. രണ്ടിൽ നിന്നും എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. So the first part of the equation is probability of E1 into probability of A given E1. That means we are choosing a first bag. We are choosing the first bag, and after choosing the first bag we have drawn a white ball from that. And the second part of the equation means we have chosen the second bag, and after choosing the second bag we have drawn a white ball from that. So total probability theorem ഉപയോഗിച്ച് ഈ 2 equations കൂടെ sum ചെയ്താൽ we get 1/2 into 1/7. 1/7 means probability of A given E1. That means first ബാഗിൽ മൊത്തം 7 ബോൾസ് ആണുള്ളത്. അതിൽ നിന്നും ഒരു വൈറ്റ് ബോൾ ആണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. ഒരു വൈറ്റ് ബോളേ ഉള്ളൂ. സോ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/7 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് A given E1 ഈസ് ഈക്വൽ ടു 1/7. സോ 1/2 into 1/7 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E2 1/2 ആണ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A given E2. സെക്കൻഡ് ബാഗിൽ മൊത്തം 7 ബോൾസ് ആണുള്ളത്. അതിൽ 4 വൈറ്റ് ബോൾസ് ആണുള്ളത്. സോ the chances of drawing a white ball from the second bag is 4/7, and we get
5 by 14 as the answer there. And we will go for the second question. The second question asked here is, find the probability of throwing the ball from the first bag if ball drawn is white. എടുത്ത ബോൾ വൈറ്റ് ആണെങ്കിൽ അത് ഫസ്റ്റ് ബാഗിൽ നിന്നും കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സോ ഇറ്റ് ഈസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദെയർ ആൻഡ് വി വിൽ യൂസ് the equation for conditional probability. That means we have to find probability of even given A. Even given A means, what is the meaning of even given A? That means probability of even after the occurrence of A. That means we have to draw the ball from the first bag after getting a white ball. Okay. And we will use Bayes' theorem there. And is equal to probability of even into probability of A given even divided by probability of even into probability of A given even plus probability of E2 into probability of A given E2. Bayes' theoremത്തിന്റെ equationൽ substitution നടത്തുമ്പോൾ we get 1 by 5 as the answer. Our next portion is random variable. അപ്പോൾ എന്താണ് ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ വേരിയബിൾസിനെ പറ്റി പഠിക്കാറുണ്ട്. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തിനെ നമ്മൾ എൽ എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ബ്രെഡ്ത്തിനെ ബി എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ സേ ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ആസ് എൽ ഇൻറ്റു ബി, പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ആസ് 2 into L plus B. ഓക്കെ, അതായത് ഏതൊരു റെക്ടാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ ആയിട്ട് പറയുന്നു യൂസിങ് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിന്റെ വാല്യൂസ് എല്ലാ റെക്ടാങ്കിൾസിന്റെയും കേസിൽ സെയിം ആയിരിക്കത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ജനറലി റെപ്രസെന്റ് ദ ഇക്വേഷൻ ഓഫ് എ റെക്ടാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ. അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ എടുക്കുന്ന റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ്, ഇങ്ങനെയുള്ള നമ്മൾ എടുക്കുന്നതിന്റെ അനുസരിച്ച് ഈ ഏരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്ന ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന വേരിയബിൾസിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴാണ് ഒരു വേരിയബിൾ റാൻഡം ആകുന്നത് അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ നമുക്ക് റാൻഡം വേരിയബിൾ എന്ന് എപ്പോൾ വിളിക്കാൻ പറ്റും? when it depends upon the outcome of a random experiment. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കത്തിനെ അത് എപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നോ അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് എനി റിയൽ വാല്യൂ. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും അതിന്റെ വാല്യൂ ആയിട്ട് വരാം. അതായത് നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തി അതിന്റെ ഒരു സാമ്പിൾ സ്പേസ് കിട്ടി. ഈ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അതിന് നമ്മൾ റാൻഡം വേരിയബിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എ റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഹൂസ് ഡൊമൈൻ ഇസ് എ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് ആയിരിക്കും റാൻഡം വേരിയബിളിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? നമ്മളിപ്പോൾ റാൻഡം വേരിയബിൾ എന്താന്ന് പറയുന്നത്. ഈ റാൻഡം വേരിയബിൾസ് കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എലോങ് വിത്ത് ഇറ്റ്സ് പ്രോബബിലിറ്റി എന്നും കൂടെ പറയാം. അതായത് ഒരു റാൻഡം വേരിയബിൾ, അത് റാൻഡം വേരിയബിളിന്റെ ഒരു സിസ്റ്റം എലോങ് വിത്ത് ഇറ്റ്സ് പ്രോബബിലിറ്റി, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്. ഓക്കെ, ആൻഡ് ഇവിടെ താഴെ ഞാൻ ഒരു ടേബിളിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് ഇസ് എ സിസ്റ്റം ഓഫ് നമ്പേഴ്സ്. എക്സിന്റെ പ്രോബബിലിറ്റി പി ഓഫ് എക്സ്, x1ന്റെ പ്രോബബിലിറ്റി p1, x2ന്റെ പ്രോബബിലിറ്റി p2, x3യുടെ പ്രോബബിലിറ്റി p3, എക്സെട്ര xnന്റെ പ്രോബബിലിറ്റി pn. ആൻഡ് ഓരോ റാൻഡം വേരിയബിളിന്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതേപോലെ ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ വന്നിട്ടുള്ള റാൻഡം വേരിയബിൾസിന്റെ പ്രോബബിലിറ്റീസിന്റെ സമ്മ് 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു റാൻഡം വേരിയബിളിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആൻഡ് റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളും അതിന്റെ പ്രോബബിലിറ്റീസ് ആണ് പി എങ്കിൽ നമുക്ക്
റാൻഡം വേരിയബിളിന്റെ മീനിനെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കാൻ പറ്റും ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ഇ ഓഫ് ക്യാപിറ്റൽ എക്സ് ആൻഡ് ഇസ് ഡിഫൈൻഡ് ബൈ ന്യൂ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0 to n എക്സ് ഐ പി ഐ. അതായത് നമ്മൾ എഴുതിയ റാൻഡം എക്സ്പെരിമെന്റിന്റെ ന്യൂമറിക്കൽ വാല്യൂസ് അവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റാൻഡം വേരിയബിളിന്റെ മീൻ കിട്ടുന്നത്. നെക്സ്റ്റ് വേരിയൻസ്. വേരിയൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എക്സ് സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും സിഗ്മ എക്സ് എന്ന് പറയുന്നത് വേരിയൻസിന്റെ റൂട്ടാണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിന്റെ റൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് നമ്മൾ പ്രോബബിലിറ്റി അല്ല സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ വേരിയൻസിന്റെ ഇക്വേഷൻ സിഗ്മ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, +2 ക്ലാസ്സിൽ നമുക്ക് ആദ്യം കാണുന്ന ഇക്വേഷൻ മതിയാകും. പക്ഷേ എൻട്രൻസിന് ട്രൈ ചെയ്യുന്നവര് ഈ 4 ഇക്വേഷൻസും പഠിച്ചിരിക്കണം. സോ സിഗ്മ I is equal to 1 to n xi minus nu the whole square into p of xi is equal to sigma I is equal to 1 to n xi square p of xi minus sigma I is equal to 1 to n xi p of xi the whole square. Another equation, expectation of x minus nu the whole square. And the next equation is ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നിങ്ങൾ ആദ്യത്തെ ഇക്വേഷനും ആൻഡ് ദ ഫോർത്ത് ഇക്വേഷൻ, ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് മീൻസ് എക്സ് സ്ക്വയറിന്റെ എക്സ്പെക്ടേഷൻ മൈനസ് എക്സിന്റെ എക്സ്പെക്ടേഷന്റെ സ്ക്വയർ. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ വേരിയൻസ് കണ്ടുപിടിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേരിയൻസിന്റെ റൂട്ട് ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ഫോർ ആൻ എക്സാമ്പിൾ. 2 dice are thrown simultaneously. 2 ഡൈസ് ഒരേ സമയം ത്രോ ചെയ്യാണ്. ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് സിക്സസ്. 6 എന്ന് പറയുന്ന നമ്പറിന്റെ എണ്ണമാണ് എക്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. അതായത് നമ്മൾ ത്രോ ചെയ്ത 2 ഡൈസിലും 6 എന്ന് പറയുന്ന നമ്പർ വരാനുള്ള എണ്ണമാണ് നമ്മുടെ റാൻഡം വേരിയബിളായ എക്സ് എങ്കിൽ എക്സിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. And also find the mean and variance of x. Probability distribution table construct ചെയ്താൽ മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പം 6 എന്ന് പറയുന്ന നമ്പർ വരാനുള്ള എണ്ണമാണ് എക്സ് എങ്കിൽ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0, 1 and 2 ആണ്. കാരണം 2 ഡൈസ് ത്രോ ചെയ്യുമ്പം ചിലപ്പോൾ രണ്ടിലും 6 എന്ന് പറയുന്ന നമ്പർ വരാതിരിക്കാം. സോ 0. ഒരെണ്ണത്തിൽ വരാം. സോ 1. ചിലപ്പോൾ 2 ഡൈസിലും 6 എന്ന് പറയുന്ന നമ്പർ വരാം. സോ 2. The possible values of x are 0, 1 and 2. We have to find out the probability of x is equal to 0. അതായത് 2 ഡൈയിലും 6 എന്ന് പറയുന്ന നമ്പർ വരാൻ പാടില്ല. ഓക്കെ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ 6 എലമെന്റ്സ് ആണ് ഉള്ളത്. അതിൽ 6 എന്ന് പറയുന്ന നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - 1/6, അതായത് 5/6 ആയിരിക്കും. നമ്മളിവിടെ ഡൈ 2 തവണയാണ് ത്രോ ചെയ്യുന്നത്. സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 5/6 ഇൻറ്റു 5/6 ഈസ് ഈക്വൽ ടു 25/36 എന്ന് കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ ത്രോ ചെയ്യുന്ന 2 ഡൈയിൽ ഏതെങ്കിലും ഒരു ഡൈയിൽ 6 എന്ന് പറയുന്ന നമ്പർ വരാം. ഓക്കെ, ചിലപ്പോൾ അത് ഫസ്റ്റ് ഡൈയിൽ ആവാം, ചിലപ്പോൾ സെക്കൻഡ് ഡൈയിൽ ആവാം. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ആദ്യത്തെ ഡൈയിൽ 6 എന്ന് പറയുന്ന നമ്പർ വരികയും രണ്ടാമത്തെ ഡൈയിൽ 6 എന്ന് പറയുന്ന നമ്പർ വരാതിരിക്കുകയും ചെയ്യുന്നു. സോ 1/6 ഇൻറ്റു 5/6 പ്ലസ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഫസ്റ്റ് ഡൈയിൽ 6 എന്ന് പറയുന്ന നമ്പർ വരുന്നില്ല, സെക്കൻഡ് ഡൈയിൽ 6 എന്ന് പറയുന്ന നമ്പർ വരുന്നു. സോ 5/6 ഇൻറ്റു 1/6 ഈസ് ഈക്വൽ ടു ടോട്ടലി ചെയ്യുമ്പോൾ 10/36 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. അതായത് നമ്മൾ ത്രോ ചെയ്ത 2 ഡൈസിലും 6 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. ഒരു സാമ്പിൾ സ്പേസിൽ നിന്നും 6 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/6 ആണ്. 2 തവണയാണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. സോ 1/6 ഇൻറ്റു 1/6 ഈസ് ഈക്വൽ ടു 1/36. So we can construct the probability distribution table of this random variable.
So this is the probability distribution table of our random experiment. X in the values 0, 1 and 2. X in the value 0 ആവുമ്പോൾ probability 25/36, 1 ആവുമ്പോൾ 10/36, 2 ആവുമ്പോൾ 1/36. നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് എന്നാണ്. സോ മീനിന്റെ ഇക്വേഷൻ, മീനിന് നമുക്ക് ഓൾസോ എക്സ്പെക്ടേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ദ ഇക്വേഷൻ ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0 to n xi pi. അതായത് നമ്മൾക്ക് ഇവിടെ കിട്ടിയ പോസിബിൾ വാല്യൂസ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ്, അവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സം ചെയ്യുമ്പോൾ മീൻ കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് 12/36 ഈസ് ഈക്വൽ ടു 1/3. And next, I have to find out the variance of the random variable capital X. Variance in the equation, sigma I is equal to 1 to n xi minus mu the whole square into p of xi ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിബിൾ വാല്യൂസ് ഉണ്ട്, അതായത് എക്സൈയുടെ വാല്യൂസ് ഉണ്ട്, അവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഉണ്ട്, പി ഓഫ് എക്സ് ഐ ഉണ്ട്, ആൻഡ് നമുക്ക് മീൻ ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 5/8 ആണ്. നെക്സ്റ്റ് ബെർണോളീസ് ട്രയൽസ് ആണ്. ഒരു റാൻഡം എക്സ്പെരിമെന്റ് ട്രയൽസിനെ നമുക്ക് ബെർണോളീസ് ട്രയൽസ് എന്ന് വിളിക്കണമെങ്കിൽ അത് 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദർ ഷുഡ് ബി എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ്. അതായത് ഒരു ഫൈനൈറ്റ് നമ്പർ ട്രയൽസ് ഉണ്ടായിരിക്കണം, കൃത്യമായ എണ്ണം ഉണ്ടായിരിക്കണം ട്രയൽസ്. ആൻഡ് ദ ട്രയൽസ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. ഈ ട്രയൽസ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഈച്ച് ട്രയൽ ഹാസ് എക്സാക്ട്ലി 2 ഔട്ട്കംസ്. ഇതാണ് മേജർ ആയിട്ടുള്ള ബെർണോളീസ് ട്രയലിന്റെ റിസൾട്ട്. അതായത് നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തി, ആ റാൻഡം എക്സ്പെരിമെന്റിലെ ട്രയൽസിന് എക്സാക്ട്ലി 2 ഔട്ട്കംസേ ഉണ്ടാവാൻ പാടുള്ളൂ, സക്സസ് ഓർ ഫെയിലിയർ. അങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെന്റുകളെയാണ് നമ്മൾ ബെർണോളീസ് ട്രയൽസ് എന്ന് പറയുന്നത്. ദേ ആർ വെരി സിമിലർ ടു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആൻഡ് 4, ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് റിമൈൻസ് ദ സെയിം ഇൻ ഈച്ച് ട്രയൽ. ഓരോ ട്രയലിലും സക്സസിന്റെ പ്രോബബിലിറ്റി സെയിം തന്നെ ആയിരിക്കണം. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ ട്രയൽസിനെയാണ് നമ്മൾ ബെർണോളീസ് ട്രയൽസ് എന്ന് വിളിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ടോസിങ് എ കോയിൻ. ഞാനൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഞാൻ പറയാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടിയാൽ സക്സസ് ആൻഡ് ടെയിൽ കിട്ടിയാൽ ഫെയിൽ ആണെന്ന് പറയാണ്. ഓക്കെ, ആൻഡ് ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ. So probability of success is equal to 1/2 and probability of failure is equal to 1/2. ഇവിടെ ഞാൻ സക്സസിന്റെ പ്രോബബിലിറ്റിയെ സ്മോൾ ലെറ്റർ പി വെച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറിനെ സ്മോൾ ലെറ്റർ ക്യൂ വെച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും സക്സസിന്റെ പ്രോബബിലിറ്റി സ്മോൾ ലെറ്റർ പിയും ഫെയിലിയറിന്റെ പ്രോബബിലിറ്റി സ്മോൾ ലെറ്റർ ക്യൂവും വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ബെർണോളീസ് ട്രയൽസിന്റെ ഒരു മേജർ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സക്സസിന്റെ പ്രോബബിലിറ്റിയും ഫെയിലിയറിന്റെ പ്രോബബിലിറ്റിയും സമ്മ് എപ്പോഴും 1 ആയിരിക്കും. ഇപ്പൊ ടോസിങ് എ കോയിന്റെ കേസിൽ സക്സസ് ഗെറ്റിംഗ് എ ഹെഡും ഫെയിലിയർ ഗെറ്റിംഗ് എ ടെയിലും ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് ഈക്വൽ ടു 1/2, പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഈസ് ഈക്വൽ ടു 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ നമുക്ക് 1/2 പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. ഏതൊരു ബെർണോളീസ് ട്രയലിനും probability of success plus probability of failure is equal to 1 ആയിരിക്കും. നെക്സ്റ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നറിയാം. അതായത് ബെർണോളീസ് ട്രയൽസ് ഉള്ള റാൻഡം എക്സ്പെരിമെന്റ്സിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ഉള്ള, അതേപോലെ 2 പോസിബിൾ ഔട്ട്കംസ്, സക്സസ് ഫെയിലിയർ എന്ന 2 പോസിബിൾ ഔട്ട്കംസ് ഉള്ള, സക്സസിന്റെ പ്രോബബിലിറ്റി എല്ലാ ട്രയൽസിലും സെയിം ആയിരിക്കുന്ന, അതേപോലെ ട്രയൽസ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാത്തതായിട്ടുള്ള എക്സ്പെരിമെന്റ്സ്. ഈ എക്സ്പെരിമെന്റ്സിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പെരിമെന്റ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ബൈനോമിയൽ എക്സ്പെരിമെന്റ്സിന്റെ നമ്പർ ഓഫ് സക്സസുകളെ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ റാൻഡം വേരിയബിളിനെ നമ്മൾ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. ഈ റാൻഡം വേരിയബിൾസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. That is, let there be n independent trials in an experiment and let the random variable x denote the number of successes in these trials. അതായത് n independent trials ഉള്ള ഒരു എക്സ്പെരിമെന്റിൽ
സക്സസിന്റെ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ് എക്സ് എങ്കിൽ ദെൻ ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പി റേസ് ടു എക്സ്. ഈ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സിലെ ക്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഫെയിലിയർ ഇൻ എ സിംഗിൾ ട്രയൽ ആണ്. ഈ ബർണോളീസ് ട്രയൽസ് ഉണ്ട്, അതിൽ ഒരു ട്രയലിൽ ഫെയിലിയറിന്റെ ചാൻസസ് എത്രയാണ്, ആൻഡ് പി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രയലിൽ സക്സസ് ആവാനുള്ള ചാൻസ് എത്രയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കോയിൻ നമ്മൾ 10 തവണ ടോസ് ചെയ്യുകയാണ്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 5 ഹെഡ്സ്. അതായത് 10 തവണ ടോസ് ചെയ്യുമ്പോൾ കൃത്യം 5 തവണ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി ദ നമ്പർ ഓഫ് ഹെഡ്സ്, ദെൻ n ഈസ് ഈക്വൽ ടു 10. അതായത് ആ ട്രയല് ഫൈനൈറ്റ് നമ്പർ ഓഫ് ട്രയൽസ് ആണ്, അതായത് 10 തവണയാണ് ആ ട്രയൽ നടന്നിരിക്കുന്നത്. ആൻഡ് നമ്പർ ഓഫ് ഹെഡ്സിന് നമ്മൾ ക്യാപിറ്റൽ എക്സ് എന്ന് കൊടുത്തു. ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് സിംഗിൾ ട്രയലിൽ സക്സസിന്റെ ചാൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. We have to find out probability of exactly 5 heads. That means probability of x is equal to 5. And binomial distribution equation substitute ചെയ്യുമ്പോൾ we get 10c5 1/2 the whole raised to 10 minus 5 1/2 the whole raised to 5. 1/2 എന്ന് പറയുന്നത് probability of success and probability of failure ആണ്. Okay, single trial is equal to last answer നമുക്ക് 63/256 എന്നാണ് കിട്ടുന്നത്.